വളരെ ഫേമസ് ആയിട്ടുള്ള മിക്ക ആളുകളുടെയും ഫേവറേറ്റ് ഡിഷായ പെപ്പർ ചിക്കനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇന്നിത് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ചിക്കനാണ്. ബോണോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് പൊടികളെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇതിവിടെ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു 7-8 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഒരു 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഉടച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ട് ഇത് വേവിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഈ കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കശുവണ്ടി ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 8 കശുവണ്ടി ഒരു അരമണിക്കൂർ സമയം വരെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ കശുവണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കശുവണ്ടി ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ കശുവണ്ടി പേസ്റ്റ് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ അടച്ചു വെച്ച കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറിയിൽ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച കശുവണ്ടി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതും ഈ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ കശുവണ്ടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക്
1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം, കാരണം നമ്മൾ പെപ്പർ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെപ്പറിന് നല്ല ഫ്ലേവർ കിട്ടണം. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണെങ്കിലും കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. പൗഡറിനേക്കാളും നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക ക്രഷ് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ്. അതും നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ക്രഷ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുരുമുളക് ക്രഷ് ചെയ്തത് ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം. ഇന്ന് പെപ്പർ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ പെപ്പർ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നെയ്ച്ചോറ് അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ ഏത് റൊട്ടിയുടെയും റൈസിൻ്റെയും ഒക്കെ കൂടി ഈ പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റാണ്. തിക്കായിട്ടുള്ള ഗ്രേവി ആണെങ്കിലും നമുക്ക് നെയ്ച്ചോറൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഈസി റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പെപ്പർ ചിക്കനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. താങ്ക്